ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാസ്റ്റണിൻ്റെ കമ്പനിയിലേക്ക് വന്നതാണ് അടുപ്പ് എടുക്കാൻ വേണ്ടി. ചെറിയ അടുപ്പുകളും പല വലുപ്പമുള്ള അടുപ്പുകളുണ്ട്. കണ്ടില്ലേ, ഇത് കുറച്ചുകൂടി വലിയ അടുപ്പുകളാണ്, അതിലേറെ വലിയ അടുപ്പാണത്. തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന 3 അടിയിലേറെ വലുപ്പമുള്ള അടുപ്പുകളൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ സാധാ അടുപ്പുകളാണ്. അങ്ങനെ അടുപ്പെടുത്തിട്ട് ഞാൻ ഇന്ന് പോകുന്നത് മംഗലാപുരത്തേക്ക് കേട്ടോ, മംഗളൂരുവിലേക്കാണ്. അങ്ങനെ കോഴിക്കോട് നിന്നല്ല, കൊയിലാണ്ടിക്ക് എത്തുമ്പോഴുള്ള പാലാണിത്. നല്ല ഭംഗിയുള്ളൊരു പാലമാണ്, ആർച്ചൊക്കെ ആയിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ളൊരു പാലം. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മംഗളൂരുവിൽ എത്താൻ നേരത്തുള്ളൊരു ഇരുമ്പിൻ്റെ പാലാണ്. പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നല്ല സ്റ്റൈലും പാലാണ്. ഇതുപോലുള്ള ഒരുപാട് പാലങ്ങൾ നമുക്ക് ഈ കൽക്കത്ത ഭാഗങ്ങളിൽ പോകുമ്പോൾ ധാരാളം കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്പർ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പട്ടാമ്പി അടുപ്പാണ് ഞാൻ ചെയ്യുന്നത്, ഫ്ലം ഡക്കിൻ്റെ അടുപ്പ്. അങ്ങനെ ഇത് കോഴിക്കോട് തന്നെ എടുത്തൊരു വീഡിയോസാണിത്. അവിടെ നമ്മുടെ നാട്ടിലേക്ക് പെട്രോൾ വരാൻ വേണ്ടി പെട്രോൾ ലോറിയിൽ കയറ്റുന്നതാണ് കാണുന്നത്. ട്രെയിനിൽ വരുന്ന പെട്രോൾ ആ ടാങ്കിലേക്ക് നിറച്ചിട്ട് അവിടുന്ന് ലോറിയിലേക്ക് കയറ്റിയിട്ടാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. ആ ഒരു ദൃശ്യം ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ്. ഇത് ബാംഗ്ലൂരിലുള്ള ഓട്ടോറിക്ഷൻ്റെ കർട്ടനാണ്. ഇത് ഒരു വ്യത്യസ്തത തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ്. സൈഡിൽ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിന്മേൽ അങ്ങനെ കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ടൈപ്പാണ്. നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് വല്ലാതെ കാണാത്തത് കൊണ്ട് ഞാൻ എടുത്തതാണ്. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. വ്യത്യസ്തമായിട്ടുള്ള കാണുമ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. ഇത് ബാംഗ്ലൂരിലുള്ളൊരു പാലാണ്, നമ്മുടെ നാട്ടിലത്തെ അതേമാതിരിക്കുള്ളൊരു പാലം. ഇത് ട്രെയിനിൽ നിന്ന് പെട്രോൾ വരുന്നത് പോലെ തന്നെ കപ്പലിൽ നിന്ന് പെട്രോൾ കമ്പനിക്ക് വരുന്നതാണിത്. ആ ഭയങ്കര വണ്ണമുള്ള പൈപ്പ് കേട്ടോ. ഈ പാലത്തുമ്മ കൂടെയൊക്കെ പൈപ്പുകളാണ്. ആ പൈപ്പുകൾ കമ്പനിയിലേക്ക് അങ്ങേ സൈഡിൽ കടലാണ്, അവിടുന്ന് കപ്പലിൽ നിന്ന് വരുന്നതാണത്. ഇത് പെട്രോളിയം കമ്പനിയിൽ നിന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആൾക്കാരാണ്. കമ്പനിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് വേറെ ഇവിടെയുണ്ട്. ഇത് ഉറുവ ജംഗ്ഷനാണ്, ബാംഗ്ലൂർ ഉറുവ ജംഗ്ഷൻ. ഇവിടെയാണ് എനിക്ക് വർക്ക് ചെയ്യാനുള്ളത്. വലിയൊരു ജംഗ്ഷനാണ്, 4 ഭാഗത്തുനിന്ന് വാഹനങ്ങളുള്ള. ഇപ്പോൾ തിരക്ക് കുറവുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റിയതാണ്. ആ സ്കൂളിലാണ്, ആ കാണുന്ന സ്കൂളിലാണ് എനിക്ക് ചെയ്യാനുള്ളത്. ഉറുവ ജംഗ്ഷനിൽ നിന്ന് ആകെ ഒരു 50 മീറ്റർ ഇത്ര ദൂരമേ ഉള്ളൂ. ഇത് കോൺവെൻറ്റിലേക്കുള്ള വഴിയാണ്. ഇതിലങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വലത് ഭാഗത്ത് സ്കൂളും, സ്കൂളിലേക്ക് അപ്പുറത്ത് കൂടെ വേറെ ഗേറ്റ് ഉണ്ട്. വലത് ഭാഗത്ത് സ്കൂളും ഇടത് ഭാഗത്ത് പള്ളിയും ഇതൊക്കെയാണ്. ഇത് ഉറുവ ലേഡി ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളാണിത്, ബാംഗ്ലൂർ സ്കൂള്. അതാണ് പള്ളി. അതിൻ്റെ അപ്പുറത്താണ് കോൺവെൻ്റ് ഉള്ളത്. ഇങ്ങനെ കയറിയിട്ട് ഇത് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു പള്ളിയാണ്. അവിടെ ഒരു കിണറുണ്ട് ആ തലക്കൽ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് പള്ളി നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത നല്ലൊരു പള്ളിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ കോൺവെൻറ്റിലാണ് നമുക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇതാണ് കിണർ, നല്ല താഴ്ചയുള്ള കിണറാണ്. കിണറിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, ഇതിൻ്റെ കപ്പി മരത്തിൻ്റെ, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന മോഡലൊരു കപ്പിയാണ്. വെള്ളം വലിക്കാനുള്ള അതിന്മേ കയറിങ്ങനെ ചുറ്റി വരികയല്ലേ ചെയ്യുന്നത്. ചില സിനിമകളിലൊക്കെ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. കുറേ നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് കാണുന്ന ഒരു വെള്ളം വലിക്കാനുള്ളൊരു വസ്തുവാണ്. ഇന്നത്തെ കാലത്ത് വെള്ളം മുക്കുന്ന പ്രശ്നം നമ്മുടെ നാട്ടിലില്ല, ഒക്കെ മോട്ടറുകളായി. ഇവിടെയാണ് എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത്. ഇവിടെയാണ് നല്ല സൗകര്യമുള്ളൊരു സ്പേസാണ്, പ്ലേസിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല റൂമും ബാത്ത് അറ്റാച്ച്ഡ് റൂമൊക്കെയാണ് തന്നിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള നല്ല ആതിഥ്യമര്യാദയോടുകൂടി തന്നെയാണ് അവർ സ്വീകരിച്ചത്. നല്ല കേരള ഫുഡൊക്കെ തന്നെ ഉണ്ടാക്കി തന്ന് നല്ല സ്നേഹത്തോടെ നല്ല ഇതിൽ തന്നെ ആയിരുന്നു. ഇത് സീലിങ് ഡിസൈൻ ചെയ്തതാണെന്ന് തോന്നുന്നു. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് കളറിൽ ഡിസൈൻ ചെയ്തതുപോലെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഇത് ഡിസൈൻ ചെയ്തതല്ല, ഇത് അടുക്കളയിൽ കരി പിടിച്ചതാണ്. പെയിൻറ്റ് ഇളകി പോന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ഇത് അവരാദ്യം ചെയ്തതിന് സ്ലാബുമ്മലാണ് അടുപ്പ് ഫിറ്റ് ചെയ്തത്. അതുകൊണ്ട് അടുപ്പ് കുറച്ച് ഹൈറ്റ് കൂടുതലുമാണ്. അടുപ്പ് ആകെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ പൊളിച്ച് അയച്ചങ്ങന്ന് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. മംഗലാപുരം അടുപ്പ് ഈ ടൈപ്പിലാണ് വരുന്നത്. അവിടെ മൈസൂരിൽ ഞാൻ ചെയ്തിരുന്ന അവിടുത്തെ മാതിരിക്കൊരു ചെമ്പാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് സോളാറിന് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെമ്പ് ഇപ്പോൾ തൽക്കാലം അകത്ത് വേണ്ടെന്ന് പറഞ്ഞ് വേറെ ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്പൊക്കെ അടിച്ച് പൊളിച്ചൊക്കെ ഒഴിവാക്കി അതിൻ്റെ സ്ലാബും എടുത്ത് ഒഴിവാക്കിയാണ്ട്
പ്ലാറ്റ്ഫോം കാഴ്ചന്ന് കെട്ടി സെറ്റ് ചെയ്യാമെന്ന് കരുതി. അവിടുന്ന് പൊളിച്ച ഇഷ്ടികകളും കട്ടകളൊക്കെ അതിലിട്ടുകൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കാമെന്ന് കരുതി. അങ്ങനെ കെട്ടി ലെവലാക്കി ഇട്ടിരിക്കണം. ഇഷ്ടിക പൊട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇഷ്ടിക പൊട്ടുകളൊക്കെ അതിലിട്ടുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഫയർ ബ്രിക്സ് നിരത്തിയിരിക്കുകയാണ്. ഒരു ലെവലിലേക്കാക്കി ഇട്ടു. അങ്ങനെ അതിൻ്റെ മുകളിൽ ചെമ്പ് ഒഴിവാക്കിയിട്ട് 2 അടുപ്പും ബോക്സാണ് ഉണ്ടായിരുന്നത്. അത് 3 അടുപ്പും ബോക്സും മതി എന്ന് പറഞ്ഞു. ചെമ്പ് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്ട്രക്ചറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് സ്ട്രക്ചർ റെഡിയാക്കി ഇനിയിപ്പോൾ സ്റ്റേൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനി അതിൻ്റെ ബാക്കിയുള്ള സൈഡൊക്കെ കുറച്ച് മെറ്റലിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യണം. അങ്ങനെ കോൺക്രീറ്റൊക്കെ ഇട്ട് അടുപ്പൊക്കെ ഫിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി ഇന്നത്തെ പണി ഏകദേശം ഇതുമേ അവസാനിക്കുകയാണ്. ഇനി നാളെ പിറ്റേന്ന് തേപ്പ് തുടങ്ങുകയാണ്. അങ്ങനെ തേച്ച് വൃത്തിയാക്കാമെന്ന് കരുതി. 2ാമത്തെ ദിവസത്തെ വർക്കാണ്. അങ്ങനെ തേച്ച് ഫിനിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അടുപ്പ് മാത്രമല്ല കേട്ടോ, ഞാൻ കൂടുതൽ ചെയ്യുന്ന പട്ടാമ്പി അടുപ്പാണ്. കേരളത്തിൽ 14 ജില്ലയിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പല സ്റ്റേറ്റുകളിലും എനിക്ക് പോയി ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീഷ, കൽക്കത്ത, അതുപോലെ അവിടെയൊക്കെ വിജയവാഡ, ഹൈദരാബാദ്, പിന്നെ ഭോപ്പാൽ, പിന്നെ ബാംഗ്ലൂർ, മൈസൂർ, ബാംഗ്ലൂർ, അതുപോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മറ്റേ ഗൂഡല്ലൂർ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഊട്ടി, ഗൂഡല്ലൂർ ഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലും എവിടെ വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. വർക്കുകൾ ആർക്കെങ്കിലും കുടുംബത്തിലോ അയൽവാസികൾക്കൊക്കെ ചെയ്യണമെങ്കിൽ അവരൊക്കെ വർക്കുകൾ എനിക്ക് പിടിച്ചു തരിക. അങ്ങനെ കൂടുതൽ സ്ഥലങ്ങൾ ചെയ്യാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ തേപ്പ് ഏകദേശം കഴിഞ്ഞു. തേപ്പ് കഴിഞ്ഞപ്പം പണികൾ കഴിഞ്ഞപ്പോൾ ഈ സൈഡിലൊരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്റർക്കൊരു താല്പര്യം അവിടെ സിങ്ക് വെച്ചാലോ എന്ന്, അവർക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ പൈപ്പിൻ്റെ ബെൻഡ് ഞാൻ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇവിടെ ബെൻഡ് ആവശ്യമില്ല. ഇവിടെ ആദ്യം ചെയ്തിരുന്നവരെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈപ്പ് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനൊരു ചിമ്മിനി ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്ലാബ് എടുത്ത് മാറ്റാൻ പാകത്തിൻ്റെ ചിമ്മിനി ഉണ്ടാക്കിയിരിക്കുക. പിന്നെ അതിൽ തന്നെ പൈപ്പ് ഞാൻ കയറ്റിയിട്ട് പഴയ പൈപ്പിൻ്റെ ഒരു പീസും കൂടെ വെച്ചുകൊണ്ട് ആ ചിമ്മിനി അതേപോലെ തന്നെ നിലനിർത്താമെന്ന് കരുതി. ബെൻഡ് തൽക്കാലം ഒഴിവാക്കാമെന്ന് കരുതി. ഇപ്പോൾ 2 ഹിന്ദിക്കാരുണ്ടായിരുന്നു ഹെൽപ്പിന്. നല്ല വെയിറ്റുള്ള സ്ലാബാണ്. അതുകൊണ്ട് തന്നെ അവരും ഹെൽപ്പ് ചെയ്തു. അവർ കൂടി തന്നതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. നല്ല പയ്യന്മാരാണ് രണ്ടാളും. മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. അവരും കൂടെ ഹെൽപ്പ് കൊണ്ടാണ് വർക്കുകളൊക്കെ അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റിയത്. അവർ ഹെൽപ്പ് ചെയ്യാറുള്ള വേസ്റ്റുകളൊക്കെ ഒഴിവാക്കാനും ഒക്കെ കൂടുതൽ അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ സ്ലാബ് പിടിച്ച് വെച്ചു. നല്ല വെയിറ്റുള്ള സ്ലാബാണ്, എന്നാലും പിടിച്ചു വെച്ചു. സ്ലാബിൽ ഒരടി താഴ്ത്തിയാണ് പൈപ്പ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഹോൾസ് കൂടെ കൈയിട്ടാണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ള സൗകര്യം കൊണ്ടാണ് ഞാൻ സ്ലാബ് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ അത് ബെൻഡ് വെച്ച് ചെയ്യണമെങ്കിൽ തന്നെ അതും ഫുള്ളായിട്ട് അടിച്ച് പൊളിച്ച് കളയണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാമെന്ന് കരുതി തൽക്കാലം അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ സിങ്ക് വെച്ചുകൊണ്ട് സിങ്കിൻ്റെ തേപ്പ് മിനുക്ക് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ബീജാപ്പൂരിലൊരു വർക്ക് കിട്ടി. അപ്പോൾ കൂടുതലുള്ള സജി ബീജാപ്പൂരിൽ പോകുന്നുണ്ട് പറഞ്ഞു നാളെ. അപ്പം അവനോട് ആ വർക്കൊന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ബീജാപ്പൂരിൽ പോയിട്ട് അവന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിങ്കും അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുപ്പുമ്പോൾ കാണുന്ന കറുപ്പ് കളറൊക്കെ മുകളിൽ നിന്ന് കരി വീഴുന്നതാണ് കേട്ടോ സ്ലാബുള്ള. ഇങ്ങനെ ഈ മംഗലാപുരടുപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബോക്സ് തുറന്ന് അതിൽ വിറകിട്ടിട്ട് നീളത്തിൽ അങ്ങനെ ഇടലാണ്. അപ്പോൾ 3 അടുപ്പും ഒരുമിച്ച് കത്തും. പിന്നെ അവിടെ ഇഷ്ടിക പീസ് വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ ഒരടുപ്പ് മാത്രമൊക്കെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്ടിക വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇങ്ങനെ അടുപ്പും സിങ്കൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി തേച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് ടൈലൊട്ടിക്കാൻ പറ്റില്ല. ടൈലൊട്ടിച്ച് കഴിഞ്ഞാൽ ചൂടിൽ പെട്ടെന്ന് പൊട്ടും. കാരണം ഓവർ ചൂട് വരുന്നതാണ്. ഇതിനെന്താ വെച്ചാൽ ഈ ഹോൾസ് കൂടെ എയർ വലിച്ചിട്ടാണ് അടുപ്പ് കത്തുന്നത്. ബോക്സ് അടച്ചു വെക്കുമ്പം ഇവിടെ 2 ഹോൾസ് ഇട്ട് കൊടുക്കലാണ്. ആ ഹോൾസ് കൂടെ എയർ വലിച്ചിട്ടാണ് പൈപ്പിലേക്ക് എയർ പോകുന്നത്. വർക്കുകൾ കഴിഞ്ഞ് സിസ്റ്റർക്ക് അതിനെപ്പറ്റി കാണിച്ചു കൊടുക്കുകയാണ്. സജ്ജയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് പറയാനൊക്കെ. അങ്ങനെ ഹോൾസ് കൂടെ എയർ അങ്ങോട്ട് വന്നിട്ട് അതിൽ വിറകിട്ടിട്ട് ആ മൂടിയായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ 3 അടുപ്പുകളിലേക്കും തീ നല്ല ഫോഴ്സിൽ ചെല്ലും. ഞങ്ങൾ അത് പണികളൊക്കെ കഴിഞ്ഞിട്ട് നനഞ്ഞ ചാക്ക് വിരിച്ചിട്ട് അത് കത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് പോരൽ. വലിയ അടുപ്പാണെങ്കിലും റെഡ്യൂസറുണ്ട്. ചെറിയ പാത്രങ്ങൾ വെക്കണമെങ്കിൽ അതിന് 3 അടുപ്പിനും റെഡ്യൂസറുണ്ട്. റിങ് വെച്ചുകൊണ്ട് ചെറിയ പാത്രങ്ങൾ വെക്കാം. എല്ലാ വലുപ്പത്തിലും ചെയ്യാൻ കണക്കാക്കിയിട്ട് റെഡ്യൂസറും വെച്ച് കൊടുത്തിട്ടാണ് പോരുന്നത്. അങ്ങനെ അതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എല്ലാ സഹായം എപ്പോഴും ഉണ്ടാകണം. കുടുംബത്തിലെ അയൽവാസികൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുക്കുക. എപ്പോഴും നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.